ഹലോ ഗായ്സ്, CSCBയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡേറ്റ് 20/12/2023. അപേക്ഷ ലഭിക്കേണ്ട സമയം 31/1/2024 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് എത്തണം. 31/1/2024, അതായത് ജനുവരി 31 5 മണിക്ക് മുൻപ് അപേക്ഷ എത്തണം. ഇപ്പോൾ വിളിച്ചിരിക്കുന്നതിൽ ആദ്യത്തെ കാറ്റഗറി സെക്രട്ടറി പോസ്റ്റാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി വിത്ത് HDC ആൻഡ് BM, 7 years എക്സ്പീരിയൻസ്, അക്കൗണ്ടൻറ്റോ അതിന് മുകളിലുള്ള പോസ്റ്റിലത്തേക്കോ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേണം. പിന്നെ 5 വർഷം എക്സ്പീരിയൻസും വേണം. എവിടെ? കോപ്പറേറ്റീവ് ബാങ്കുകളിൽ. അതല്ലാതെ ക്വാളിഫിക്കേഷൻ MBA, MCom ഫിനാൻസ്, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻഷിപ്പിൽ മെമ്പർഷിപ്പ്, പിന്നെ 3 വർഷം ബാങ്കിങ് സെക്ടറിൽ എക്സ്പീരിയൻസ്. അല്ലാത്തവർക്ക് BCom കോർപ്പറേഷനും 7 വർഷം എക്സ്പീരിയൻസ്, അക്കൗണ്ടൻറ്റോ അതിന് മുകളിലുള്ള പോസ്റ്റ് ഇരുന്നവർക്ക്. ഇപ്പോൾ വിളിച്ചിരിക്കുന്ന സംഘങ്ങൾ വൈക്കം ടൗൺ സർവീസ് സഹകരണ സംഘം, അതിൽ സെക്രട്ടറി പോസ്റ്റ് 1. പിന്നെ എടപ്പാൾ റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക്, സെക്രട്ടറി പോസ്റ്റ് 1. പഴയങ്ങാടി സഹകരണ ഹൗസിംഗ് സൊസൈറ്റി, സെക്രട്ടറി പോസ്റ്റ് 1. ഹോസ്ദുർഗ് ഹൗസിംഗ് സഹകരണ സംഘം, സെക്രട്ടറി പോസ്റ്റ് 1. ഇതിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഇതിൽ ബേസിക് ശമ്പളം പറയുന്നില്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് 18,300. ഈ 18,300 അല്ല നിങ്ങൾക്ക് കൈ കിട്ടുന്നത്. ഇപ്പം നിലവിൽ 76% DA ഉണ്ട്. ഇത് 3 വർഷമായിട്ട് DA കുടിശ്ശികയാണ്. അപ്പോൾ അതിലും കൂടുതൽ DA കിട്ടുന്നതായിരിക്കും. ഏകദേശം 100% മുകളിൽ തന്നെ DA കിട്ടുന്നതായിരിക്കും. അത് സർക്കാർ പ്രഖ്യാപിക്കുന്നതനുസരിച്ചിട്ടാണ് വരിക. അതായത് 18,300 രൂപ ബേസിക് ഉണ്ടെങ്കിൽ അതിൻ്റെ 76% DAയും 10% HRAയും കൂടെ ചേർത്തായിരിക്കും നിങ്ങളുടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും ഈ പൈസ കണ്ടിട്ട് അത് മോശമാണ് എന്ന് വിചാരിച്ച് കളയരുത്. പിന്നെ ഉള്ളത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി, മാനേജർ, ചീഫ് അക്കൗണ്ടൻറ്റ് തസ്തികകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അത് വിളിച്ചിരിക്കുന്ന സൊസൈറ്റീസ് കിളികൊല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, കൊല്ലം. അവിടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ തസ്തികയിൽ ഒരു വേക്കൻസി. ഇപ്പോൾ ഇവിടെ തന്നെ കാണാം, 29,500 ബേസിക്ക്. അതിൻ്റെ 76% DAയും 10% HRAയും. അപ്പോൾ തന്നെ 50,000 മുകളിൽ പോകുന്നുണ്ട്. അതിപ്പോൾ ഈ ശമ്പള പരിഷ്കരണം കൂടെ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ DA പ്രഖ്യാപിക്കുന്നവർക്ക് അത് 60 മുകളിൽ പോകും. ഓക്കെ, നോക്കൂ. വേറെ വിളിച്ചേക്കുന്നത് പെരുമ്പുഴ ഗ്രാമോദ്ധാരണ സർവീസ് സഹകരണ ബാങ്ക്, അവിടെ ഒരു ചീഫ് അക്കൗണ്ടൻറ്റ് പോസ്റ്റ്. അപ്പോൾ അങ്ങനെ നോക്കൂ, പല ഇത് വിളിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. മട്ടന്നൂർ സർവീസ് റൂറൽ ബാങ്ക് ചീഫ് അക്കൗണ്ടൻറ്റ് വിളിച്ചിട്ടുണ്ട്. ഏച്ചൂർ സർവീസ് സഹകരണ ബാങ്ക് ചീഫ് അക്കൗണ്ടൻറ്റ് വിളിച്ചിട്ടുണ്ട്. അടുത്തത് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ. ഞാൻ ഈ പരീക്ഷ എഴുതിയിട്ട്, അതായത് ഈ CSCBയുടെ എക്സാം എഴുതിയിട്ട് ജൂനിയർ ക്ലർക്കായിട്ട് കയറിയ ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇവിടെ നെയ്യാറ്റിങ്കര താലൂക്ക് ഗവൺമെൻറ് സ്കൂൾ ടീച്ചേഴ്സ് സഹകരണ സംഘം 2 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേരൂർക്കട സർവീസ് സഹകരണ ബാങ്കിൽ 10 വേക്കൻസി ഉണ്ട്. അതിൽ 9 ജനറലും 1 ഭിന്നശേഷി വിഭാഗമാണ് വിളിച്ചിരിക്കുന്നത്. നോക്കൂ, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വായിക്കാവുന്നതാണ് കേട്ടോ. കരുനാഗപ്പള്ളിയിൽ വിളിച്ചിട്ടുണ്ട്, കൊല്ലം 2 ക്ലർക്ക്.
മുതുകുളം വിളിച്ചിട്ടുണ്ട്, 1 വേക്കൻസി. ആലപ്പുഴ ജില്ലാ പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘം ജൂനിയർ ക്ലർക്ക് 3 വേക്കൻസി. കൂവപ്പള്ളി വിളിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ബേസിക്കിൻ്റെ കൂടെ 76% DAയും 10% HRAയും വെച്ച് കണക്കാക്കി നോക്കുക. ഇവിടെ സ്കെയിൽ തന്നിട്ടുണ്ട്. മേലൂർ സർവീസ് സഹകരണ ബാങ്ക് 2 കാഷ്യർ അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്ക്. നമ്മളിപ്പോൾ ജൂനിയർ ക്ലർക്കായിട്ട് കയറുന്ന ആൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ക്യാഷിലും ഇരിക്കേണ്ടത്. ഇപ്പോൾ ക്യാഷ്യറും ജൂനിയർ ക്ലർക്കും ഒരേ പോസ്റ്റിലായിരിക്കും ചിലപ്പോൾ വരാം. ജൂനിയർ ക്ലർക്ക് കഴിഞ്ഞിട്ട് പിന്നെ പ്രൊമോഷനായി സീനിയർ ക്ലർക്ക് ആവും, പിന്നെ സീനിയർ അക്കൗണ്ടൻറ്റ്, അങ്ങനെയാണ് പോകുന്നത്. സൊസൈറ്റീസും ഉണ്ട്, അർബണും ഉണ്ട്. അർബൻ നമുക്കറിയാവുന്ന തന്നെ ബാങ്കാണ്, റിസർവ് ബാങ്കിൻ്റെ കീഴിലുള്ള ബാങ്കാണ് അർബൻ ബാങ്കുകൾ. അപ്പോൾ അതിലും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മലപ്പുറത്ത് വിളിച്ചിട്ടുണ്ടല്ലോ. തിരൂർ അർബൻ സഹകരണ ബാങ്ക്, ഇത് ബാങ്കാണ്. 14 ജൂനിയർ ക്ലർക്ക് വിളിച്ചിട്ടുണ്ട്. അതിൽ 12 എണ്ണം ജനറൽ കാറ്റഗറിയും SC/ST വിഭാഗം 1. ഇങ്ങനെയാണ് വിളിച്ചേക്കുന്നത്. 17,590 ബേസിക്ക്. 17,590 എന്ന് പറയുമ്പോൾ 17,590 76% എന്ന് പറയുന്നത് 13,368 രൂപ. അതിൻ്റെ കൂടെ 17,590 ആഡ് ചെയ്യുക, 30,958. അതിൻ്റെ കൂടെ 17,59. അതായത് ഒരാൾ ആദ്യമായി ജൂനിയർ ക്ലർക്കായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ 32,717 രൂപയായിരിക്കും അവർക്ക് ഗ്രോസ് സാലറി ആയിട്ട് കിട്ടുന്നത്. ഈ ഗ്രോസ് സാലറി ഡിഡക്ഷൻ വരും. ഡിഡക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ PF അടയ്ക്കുന്ന സംഖ്യ, പിന്നെ ചെറിയൊരു 130 രൂപയൊക്കെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അത് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ അല്ലാതെ വേറെ പൈസയും നിങ്ങൾക്ക് കുറയുന്നില്ല. നിങ്ങൾ PF പോവുക ബാക്കി. എന്നാലും ആദ്യം കയറുമ്പോൾ ഒരു 32 രൂപ കുറയാതെ കിട്ടും. അത് പോരാതെ ഇനി 33% DA കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 76% എന്നുള്ളത് മാറി 33% കൂടെ അതിൻ്റെ കൂടെ ആഡ് ആവും. അതായത് 109% ആവുമെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ഉടനെ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശമ്പളത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കാമല്ലോ. കോട്ടയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക്, തൃപ്രങ്ങോട് സർവീസ് സഹകരണ ബാങ്ക്, ഇതൊക്കെ മലപ്പുറം ജില്ലയാണ്. രാമനാട്ടുകര കോഴിക്കോട് ഭാഗത്ത്, പയ്യോളി കോഴിക്കോടുണ്ട്, 3 ക്ലർക്ക് വിളിച്ചിട്ടുണ്ട്. പ്രാവശ്യം വൻ സാധ്യതയാണ്. അതുകൊണ്ട് എല്ലാവരും അപേക്ഷിക്കുക. ജോലി വേണം അല്ലെങ്കിൽ ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ളവർ ഞാൻ ഇടുന്ന വീഡിയോ ക്ലാസ്സുകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജോലിക്ക് പോയിട്ട് വന്ന് കിട്ടുന്ന സമയത്തായിരിക്കാം ഞാൻ വീഡിയോ ഇടുന്നത്. എല്ലാവരും സഹകരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാലുശ്ശേരി
സഹകരണ അർബൻ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. ഉണ്ടാവും 17,950. ഈ അർബൻ ബാങ്കുകളും സൊസൈറ്റീസിൻ്റെ ഇതുമായിട്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് ബാലൻസ്, അതായത് 18,300 അവർക്ക് ബേസിക് വന്നേക്കുന്നത്. ഇവിടെ നോക്കൂ 17,950 ഉള്ളൂ. അപ്പോൾ അത് മാറ്റം വരുത്താനായിട്ടുള്ള അപേക്ഷയെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതൊരു അനോമലിയാണ്. അത് പരിഹരിക്കുന്നതായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് കണ്ടിട്ട് ആ ബാങ്കുകൾ മോശമാണെന്ന് വിചാരിച്ച് കളയരുത്. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മിസ്റ്റേക്കാണത്. സ്കെയിൽ ഡിസൈഡ് ചെയ്തപ്പോഴത്തേക്കുള്ളത് അത് മാറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അർബൻ ബാങ്കുകളിൽ സൂപ്പർ ഗ്രേഡ് ഇല്ല, സ്പെഷ്യൽ ഗ്രേഡ് വരെയേ ഉള്ളൂ. അർബൻ ബാങ്കുകളാണ്, അർബൻ സൊസൈറ്റി അല്ല, അർബൻ ബാങ്കാണ്. അത് ശ്രദ്ധിക്കൂ. അർബൻ സൊസൈറ്റി കണ്ടോ, കുറ്റിക്കാട്ടൂർ സഹകരണ അർബൻ സൊസൈറ്റി, ബാലുശ്ശേരി സഹകരണ അർബൻ ബാങ്ക്, അതുപോലെ തിരൂർ അർബൻ ബാങ്ക്, അത് ബാങ്കാണ്, അർബൻ ബാങ്കാണ്. അതിനെക്കുറിച്ച് അന്വേഷിക്കുക, പഠിക്കുക. എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു തരുന്നതാണ്. 75ഓളം ബാങ്കുകൾ ഇപ്രാവശ്യം വിളിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലത്തേക്ക് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ബിടെക് ഫസ്റ്റ് ക്ലാസ്, IT ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എൻജിനീയറിംഗ്, MCA, MSc. പിന്നെ റെഡ് ഹാറ്റ് ഒരു ഡിസേബിൾ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ മിനിമം 3 വർഷം എക്സ്പീരിയൻസ്. അത് ഉള്ളവരെ ഒന്ന് നോക്കൂ. വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ സിസ്റ്റം സൂപ്പർവൈസർ, വിദ്യാഭ്യാസ യോഗ്യത ബിരുദം PGDCA. ആലപ്പുഴ സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക്, PCRDB ആണ് സിസ്റ്റം സൂപ്പർവൈസർ പോസ്റ്റ്. ഉണ്ടോ ശമ്പളം കണ്ടോ, 21,900. ഇതിൻ്റെയും 76% DAയും 10% HRAയും ഉണ്ട്. ആർക്കെങ്കിലും ഇതിനെ പറ്റി ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിൽ അപേക്ഷിക്കുക. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഉണ്ട്, ഗ്രാജുവേഷൻ പറയുന്നുണ്ട്, ഡേറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്ത 1 വർഷത്തെ പ്രവൃത്തി പരിചയം. ഇതിലൊന്നിൻ്റെ ശമ്പളം മോശമല്ല. ശ്രമിക്കുക. ഒരു വേക്കൻസി ഉള്ളൂ അല്ലെ 2 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തിരിക്കരുത്. ശ്രമിക്കുക. എരുമപ്പെട്ടി പഞ്ചായത്ത് സർവീസ് എന്ന ബാങ്ക്, കോട്ടപ്പുറം, തൃശ്ശൂർ, 1 വേക്കൻസി. നോട്ടിഫിക്കേഷൻ പോസ്റ്റ് ചെയ്ത് വായിക്കുക. എല്ലാം ഇവിടെ വിവരിക്കാനുള്ള സമയമില്ല. നിലമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. ചങ്ങരംകുളം, ടൈപ്പിസ്റ്റ് പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രായപരിധി ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ എല്ലാവരും ഡേറ്റ് മറന്നു പോകണ്ട. ജനുവരി 31, 2024 ലാസ്റ്റ് ഡേറ്റ്. 5 മണിക്ക് മുമ്പ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുക.